ഏവർക്കും വന്ദനം. നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന്റെ ആധാരശിലയും സഭയുടെ ശക്തിസ്രോതസ്സുമായ വിശുദ്ധ കുർബാനയെക്കുറിച്ചും ആഴത്തിലുള്ള അറിവ് പകർന്നുതരുന്ന ഒരു വീഡിയോയാണ് ക്രൈസ്റ്റ് ദ കിങ് നിങ്ങൾക്ക് സമർപ്പിക്കുന്നത്. നമ്മുടെ ആത്മീയ ജീവിതത്തെ നവീകരിക്കാനുള്ള ഒരു വഴികാട്ടിയാണ്. ഈ വീഡിയോയിൽ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് നോക്കാം. 1. വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യം. വിശുദ്ധ കുർബാന എന്നാൽ മിശിഹായുടെ അന്ത്യത്താഴത്തിന്റെയും കുരിശിലെ ബലിയുടെയും പുനരാവിഷ്കരണമാണ്. സഭ രൂപപ്പെടുന്നത് തന്നെ വിശുദ്ധ കുർബാന വഴിയാണെന്നും അത് സഭയുടെ ജീവിതത്തിന്റെ കേന്ദ്രമാണെന്നും ഈ ഗ്രന്ഥം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 2. ദിവ്യകാരുണ്യവും ജീവിതവും. പാപവും പ്രലോഭനങ്ങളും നിറഞ്ഞ ഇന്നത്തെ ലോകത്ത് വിശ്വാസികൾക്ക് സമാധാനവും കരുത്തും നൽകുന്ന അഭയകേന്ദ്രമാണ് ദിവ്യകാരുണ്യം. നമ്മുടെ ആത്മീയ യാത്രയിൽ തളർന്നുപോകുമ്പോൾ നമുക്ക് ശക്തി നൽകുന്ന ജീവന്റെ ഔഷധം കൂടിയാണിത്. 3. വിശുദ്ധരുടെ സാക്ഷ്യങ്ങൾ. വിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയിൽ വളർന്നുവന്ന സഭാപിതാക്കന്മാരുടെയും വിശുദ്ധരുടെയും വാക്കുകൾ ഈ ഘട്ടം ഘട്ടമായുള്ള വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ വിശ്വാസത്തെ കൂടുതൽ ദൃഢമാക്കാൻ സഹായിക്കുന്നു. 4. പരിഹാര പ്രാർത്ഥന. ലോകത്തിൽ മിശിഹായ്ക്ക് നേരിടേണ്ടിവരുന്ന അവഗണനകൾക്ക് പരിഹാരമായി ദിവ്യകാരുണ്യ സന്നിധിയിൽ നാം സമയം ചെലവഴിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഇവിടെ ഊന്നിപ്പറയുന്നു. ചുരുക്കത്തിൽ, വിശ്വാസയാത്രയിൽ ക്ഷീണിതരായവരോട് എഴുന്നേറ്റ് ഭക്ഷിക്കുക, യാത്ര ദുഷ്കരമാണ് എന്നു പറയുന്ന സ്വർഗീയ ദൂതന്റെ ശബ്ദമാണ് ഈ ഗ്രന്ഥം. ക്രൈസ്തവ ജീവിതത്തിന്റെ കേന്ദ്രം വിശുദ്ധ കുർബാനയാണ്. മിശിഹായിൽ പൂർത്തീകരിക്കപ്പെട്ട രക്ഷാകര രഹസ്യങ്ങളുടെ ആവിഷ്കരണമാണത്. സഭയുടെ ശക്തി മുഴുവൻ നിർഗളിക്കുന്ന സ്രോതസ്സാണത്. ഒരേ സമയം മിശിഹായുടെ അന്ത്യത്താഴവിരുന്നിന്റെയും കുരിശിലെ ബലിയുടെയും പുനരാവിഷ്കരണമായ വിശുദ്ധ കുർബാന സഭയുടെ ബലി കൂടിയാണ്. സഭ ദൈവത്തിനർപ്പിക്കുന്ന ആരാധനാസ്തുതികളുടെയും കൃതജ്ഞതയുടെയും പാരമ്യമാണ് വിശുദ്ധ കുർബാന. സഭയെ രൂപപ്പെടുത്തുന്നത് വിശുദ്ധ കുർബാനയാണ്. അതായത്, സഭ എന്തായിരിക്കുന്നുവോ അപ്രകാരമായിരിക്കുന്നത് വിശുദ്ധ കുർബാന വഴിയാണ്. മതബോധന ഗ്രന്ഥം 1362 സഭ പഠിപ്പിക്കുന്നു, വിശുദ്ധ കുർബാന മിശിഹായുടെ പെസഹായുടെ അനുസ്മരണമാണ്. അവിടുത്തെ അനന്യമായ ബലിയുടെ സന്നിഹിതമാക്കലും അവിടുത്തെ ശരീരമാകുന്ന സഭയുടെ ആരാധനയിൽ നടക്കുന്ന കൗദാശികമായ സമർപ്പണവുമാണത്. നാം സദാ അനുസ്മരിക്കേണ്ട വസ്തുതയുണ്ട്. നമ്മുടെ രക്ഷകനും കർത്താവുമായ ഈശോമിശിഹായുടെ സജീവ സാന്നിധ്യമാണ് ദിവ്യകാരുണ്യം. സഭയിൽ മിശിഹാ സന്നിഹിതനായിരിക്കുന്നതിന്റെ ഏറ്റവും പ്രകടമായ രൂപമാണ് ദിവ്യകാരുണ്യം. വിശ്വാസികൾക്ക് കൃപാവര സമൃദ്ധിയും നിത്യജീവനും പ്രദാനം ചെയ്യുന്ന ദിവ്യ ഔഷധമാണ് ദിവ്യകാരുണ്യം. സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങിവന്ന ജീവനുള്ള അപ്പമായ ക്രിസ്തുവിനെ സ്വീകരിക്കുക വഴി ഓരോ വിശ്വാസിയും കൃപാവരങ്ങളെയല്ല, കൃപാവരങ്ങളുടെ ദാതാവിനെത്തന്നെയാണ് സ്വീകരിക്കുന്നത്. കത്തോലിക്കരായ നമ്മുടെ ഭാഗ്യം എത്ര വലുതാണ്! ട്രെന്റ് സൂനഹദോസ് പഠിപ്പിക്കുന്നതുപോലെ, ഒരു വ്യക്തിക്ക് ഈ ലോകത്ത് ചെയ്യാവുന്നതിൽ വച്ച് ഏറ്റവും ഉന്നതവും പരിശുദ്ധവുമായ പ്രവൃത്തിയാണ് വിശുദ്ധ കുർബാനയർപ്പണം. സഭ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, വിശുദ്ധ കുർബാനയിൽ യേശുവുണ്ട്, അവിടുത്തെ രക്ഷാകര ബലിയുണ്ട്, അവിടുത്തെ പുനരുത്ഥാനമുണ്ട്, പരിശുദ്ധാത്മദാനമുണ്ട്, ആരാധനയുണ്ട്, പിതാവിനോടുള്ള അനുസരണവും സ്നേഹവുമുണ്ട്. നാം വിശുദ്ധ കുർബാനയെ അവഗണിച്ചാൽ ഇവയെല്ലാം നാം നഷ്ടമാക്കുകയാണ്. ക്രൈസ്തവ ജീവിതത്തിന്റെ കേന്ദ്രം വിശുദ്ധ കുർബാനയാണ്. സഭയുടെ ശക്തി മുഴുവൻ നിർഗളിക്കുന്ന സ്രോതസ്സാണത്. മിശിഹായുടെ അന്ത്യത്താഴവിരുന്നിന്റെയും കുരിശിലെ ബലിയുടെയും പുനരാവിഷ്കരണമായ വിശുദ്ധ കുർബാന വഴി സഭ ദൈവത്തിനർപ്പിക്കുന്ന ആരാധനയുടെയും കൃതജ്ഞതയുടെയും പാരമ്യമാണ് വെളിപ്പെടുന്നത്. നമ്മുടെ രക്ഷകനും കർത്താവുമായ ഈശോമിശിഹായുടെ സജീവ സാന്നിധ്യമാണ് ദിവ്യകാരുണ്യം. പാപവും പ്രലോഭനങ്ങളും നിറഞ്ഞ ഈ ലോകത്ത് വിശ്വാസികൾക്കുറപ്പാർന്ന അഭയകേന്ദ്രവും പൈശാചിക ശക്തികൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഏറ്റവും വലിയ ആയുധവുമാണ് വിശുദ്ധ കുർബാന. വിശ്വാസയാത്രയിൽ നാം ക്ഷീണിതരാകുമ്പോൾ എഴുന്നേറ്റ് ഭക്ഷിക്കുക, യാത്ര ദുഷ്കരമാകും എന്ന് സ്വർഗീയദൂതൻ ഓർമ്മിപ്പിക്കുന്നതുപോലെ ദിവ്യകാരുണ്യമാകുന്ന ഔഷധം സ്വീകരിച്ച് ആത്മീയയാത്ര തുടരാൻ ഈ ഗ്രന്ഥം നമ്മെ സഹായിക്കുന്നു. അൾത്താരയിലെ അമൃത്. കണ്ണുകൾ തുറക്കപ്പെടട്ടെ. നേർവഴി കാട്ടുന്ന ദിവ്യകാരുണ്യം. ഭാഗം 1. അടുത്ത വീഡിയോയിൽ